ഹായ് ഗായ്സ്, അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അങ്ങനെ ആഫ്റ്റർ 2.5 വർഷം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? 2.5 വർഷത്തിന് ശേഷം ഞങ്ങള് മോളെ വീട്ടിലാക്കിയിട്ട് ഇറങ്ങി കേട്ടാ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു മോർണിംഗ് വാക്ക്. ഞായറാഴ്ച ഡ്യൂട്ടിക്ക് അങ്ങനെ ഓഫ് കിട്ടാറില്ല. എപ്പോഴേലൊക്കെ മാസത്തിൽ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് അങ്ങനെ കിട്ടാറ് ഓഫ്. അങ്ങനെ ഞങ്ങള് ഞായറാഴ്ച കിട്ടിയപ്പോൾ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിങ്, ജോഗിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. എന്താ പറയാ, ഭയങ്കര കിഡിലൻ ക്ലൈമറ്റിൽ ഞങ്ങൾ ഇറങ്ങി. ഇന്ന് ഇറങ്ങിയപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു എന്താ പറയാ, മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മഴക്കാറ് ജോഗിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുകയും ചെയ്ത്. അത് പോരാഞ്ഞിട്ട് നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് വാക്കിങ്ങും കിട്ടി. ആ രാവിലത്തെ വെയിലൊക്കെ മുഖത്ത് അടിച്ച് എന്താ പറയാ, ഒരു ഹെൽത്തി ഡേ എന്ന് പറയാം. അങ്ങനെ തന്നെ അല്ലേ ഐശോ? ഹെൽത്തി ഡേ ആയിട്ട് ഞങ്ങൾ ഇന്ന് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇതേപോലെ, ഞാൻ പൊതുവെ ഫുജേറക്കാരോട് പറയാറ്, പക്ഷെ യുഎയിലുള്ള ആരൊക്കെ ഉണ്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് രാവിലെ കുട്ടീനെ ഒരിക്കലും വീട്ടിലിരുത്തിയിട്ട് ഇറക്കരുത്. കാരണം എൻ്റെ വീട്ടിൽ ഉമ്മ വന്നുകൊണ്ടാണ് ഞാൻ മോളെ അവിടെ കിടത്തി. അവള് ഉറങ്ങാൻ എണീക്കാൻ തന്നെ അത്യാവശ്യം തോന്നുന്നു. ഇനിയും 1 മണിക്കൂറും കൂടി അവള് ഉറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മോളെ എടുത്തിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങള് മോളെ വീട്ടിലെത്തി. അതേപോലെ വരണ്ട, മോളെ കൂട്ടിയിട്ട് ഫാമിലി ആയിട്ട് ഇടയ്ക്ക് ഒരു വീക്കെൻഡൊക്കെ ഇങ്ങനെ നടക്കാനും ഓടാനും ഒക്കെ ഇറങ്ങാം. നല്ല വ്യൂസ് ഒക്കെ കണ്ട് നല്ല പുലർച്ചെ ഇറങ്ങണം കേട്ടോ. രാത്രി കറക്കം പാടില്ല. ഇങ്ങനത്തെ ഒരു ഓട്ടം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ലൈഫായിരിക്കും. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. രാത്രി അധികം ഫാസ്റ്റ് ഫുഡൊന്നും കഴിച്ച് ചിലവഴിക്കാണ്ട് രാത്രി വേഗം കിടന്നുറങ്ങി രാവിലെകൾ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട്. അത് നിങ്ങളത് ആ UAE-ക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുജേറ വന്നാലാവട്ടെ ആ ഒരു വൈബ് കിട്ടുക. ഞാൻ കൊതിപ്പിക്കല്ല, ഫുജേറ ഒരു വേറെ ലെവലാണ്. കാരണം ഇത്രയും കാമായിട്ടുള്ള ഒരു ലൊക്കേഷൻ വേറെ എവിടെയും കിട്ടൂല. UAE-ൽ വേറെ എവിടെയും കിട്ടൂല. ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ആരും ഞാൻ അങ്ങനെ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ ഫുജേറ തന്നെ കണ്ടിട്ടുള്ളൂ. ഇനി കമന്റ് ഇടുന്നവർക്ക് പറയാം, നിങ്ങൾ ഈ ഫുജേറ വിട്ടിട്ട് വരാണ്ടാവും പുറത്തേക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഞാൻ പറയണേ, ഞാൻ കണ്ടയിൽ വെച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, UAE-ൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. എന്നാലും ഞാൻ കണ്ടയിൽ വെച്ചിട്ട് ഫുജേറ ഒരു ഹെവി പൊള്ളിച്ച ലൊക്കേഷനാണ്. ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റിയ, നമുക്ക് ചിലപ്പോൾ അധികം ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ലെങ്കിലും എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ട്. എന്നാലും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ഹെൽത്തി ഫാമിലി ആഗ്രഹിക്കുന്നവർക്കും ഒരു റഷ് ജീവിതം ആഗ്രഹിക്കാത്തവർക്കൊക്കെ പറ്റിയ ഒരു കിടില ലൊക്കേഷൻ ഫുജേറ അല്ലേ പക്ഷേ? പിന്നെ ട്രാഫിക്കുകള് അങ്ങനത്തെ സംഭവങ്ങളേ ഇല്ല ഇവിടെ. നമുക്ക് ഏതൊരു ലൊക്കേഷനേക്കും വെറും 10 മിനിറ്റ്, ഏതൊരു ലൊക്കേഷനും. ഇവിടുന്ന് കുറച്ച് ലോങ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് എടുക്കുള്ളൂ. നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു സോങ് വെച്ച് കേട്ട് തീരൂല, അപ്പത്തേനും അടുത്ത ലൊക്കേഷൻ എത്തും. എല്ലാം അടിപൊളി നല്ല കാം ഏരിയ ഒക്കെ ഉണ്ട്. ഒരു ലുലു അല്ലെങ്കിൽ ഒരു നെസ്റ്റോ ഇതിലേക്കൊക്കെ പോണതിന് അടുത്തടുത്താണ് എല്ലാം. അപ്പോൾ അങ്ങനത്തെ ലൊക്കേഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം UAE-ൽ. ഫുജേറനെ പൊക്കി പറയുന്ന ആരും വിചാരിക്കരുത് മക്കളെ, അങ്ങനത്തെ ഒരു വ്ളോഗേ ഇല്ല. ഞാൻ ഇവിടെ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു കുറച്ച് ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ല എന്താ റഷ് ജോലിയാണ്. എന്ന് വെച്ചാൽ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് കുറച്ച് അധികം സമയം തന്നെ അവിടെ ജോലിക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ജിമ്മിന് പോകണം, കളിക്കാൻ പോകണം, ഓടാൻ പോകണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുജേറനെ മാറ്റി വെച്ചിട്ട് വേറെ ഒരു ലൊക്കേഷനും ഇവിടെ ഒരു എമിറേറ്റും അതേപോലെ അത്ര കാമായിട്ടുള്ള ഏരിയ ഉണ്ടാവില്ല. ഇതൊക്കെ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ലൊക്കേഷൻ തോന്നുന്നു ഫുജേറനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ കഴിയാണ്. കുറെ കാലമായി വ്ളോഗ് ഇട്ടിട്ട്. ഇപ്പൊ ഞങ്ങളിങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ 2.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ രണ്ടാളും കൂടി ഇറങ്ങണത്. അപ്പൊ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ കുറെ ദിവസമായി ഞാൻ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം
തിരക്ക് ജോലിയുടെ തിരക്കല്ല കേട്ടോ, ജോലിയും തിരക്ക് തന്നെ. അത് കഴിഞ്ഞിട്ട് ഓട്ടവും ചാട്ടവും കളിയും ജിമ്മും എല്ലാം കൂടി ആയപ്പോ വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടില്ല. അങ്ങനെ തിരക്കായതാണ് ഗൈസ്. അങ്ങനെ ഇപ്പൊ അൽഹംദുലില്ലാ കുറച്ച് സമയങ്ങളൊക്കെ ഇങ്ങനെ ഇതേപോലെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഇടക്കിടക്ക് ഞാൻ വീഡിയോസ് ഉണ്ടാവും, കണ്ടിന്യൂ ഉണ്ടാവും.